നേരല്ലാത്തപ്പോൾ എല്ലാതും ഉണ്ടാവും. അതാ തീരെ ചിക്കിയിട്ടില്ലല്ലോ. അവിടെ ഞായാലും ഫുള്ളി സ്ഥലമില്ല. ഇവിടെ ഉണ്ട് ചിക്കിടാ. വെയിലുണ്ടായാ മതി, ഉണങ്ങി കിട്ടിയാ മതി. നേരാണെങ്കിൽ നല്ലോണം വൈകും ചെയ്തിക്കണം. നീച്ചുമ്പാത്തിന് വേഗം കുളി കഴിയണം. കറി ഉണ്ടാക്കാനുണ്ട് റബ്ബേ. മങ്ങളെത്തിനപ്പ എടുക്കാൻ നിന്നത്? ആ ജെസ്സിയെ, ഞാൻ ഇപ്പൊ കറി ഇന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ നേരത്തെ വേഗം പിന്നെ അടിച്ചേരി തുടച്ചിങ്ങാണ്ടേ തീമ്പാൻ വേണ്ടി പോയത്. അതിലിപ്പോ എത്താടി, എന്നും ഉജന്നല്ലേ ചെയ്യല്. ഇന്നിപ്പോ ഒരു ദിവസം ഞാൻ ചെയ്ത് വിചാരിച്ചു ഒന്നും വരാൻ പോകണില്ല. നിങ്ങൾ മാറിമ്മ, ഞാൻ കാട്ടിക്കോളാം. അതൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ ഇപ്പൊ ഞാൻ ചെയ്ത് വിചാരിച്ചപ്പോ എത്താണ് ഇച്ചറിയാത്ത പണിയൊന്നല്ലല്ലോ ഇപ്പത്. ചോറും ഇതൊക്കെ ആയതല്ലേ. ആ ചോറയിക്കണമ്മ, ചോറ് ഞാൻ അവിടെ വാർത്ത വെച്ചിക്കണ്, മീന് തേച്ചും വെച്ചിക്കണ്. ഞാൻ പിന്നെ കറി ഇപ്പൊ വേഗം വന്ന് ഞാൻ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കൽ തുടങ്ങിയല്ലോ ഇപ്പൊ. എന്നുവെച്ചേ കുട്ടി നീച്ചുമ്പാൾക്ക് വേഗം പോയി കുളിച്ചാൻ നോക്ക്. അത് നീച്ചാൽ പിന്നെ എനിക്ക് കുളി ഇതൊന്നും നടക്കൂല. വേഗം കുളിച്ചെങ്ങാണ്ടേ മാറ്റി പോകാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരെ എത്ര ഇക്കണ്. കുട്ടി നീച്ചുമ്പാൾക്ക് കുളിച്ചും വേണോ. ഇത് ഞാൻ അടുത്തോളം കറിയും കൂടി ഉണ്ടാക്കാനല്ലോ. ബാക്കിയൊക്കെ ഇത് ചെയ്ത് വെച്ചിക്കണല്ലോ. ചോറും പിന്നെ മീൻ പൊരിച്ചാനൊക്കെ ഇത് തേച്ച് പൊരിച്ചാനല്ലേ ഉള്ളൂ. ആ ഉച്ചയ്ക്ക് ഞാൻ തിന്നുമ്പോ പൊരിച്ചാട്ടത്തെ ചെയ്തോണ്ട് കറി ഇപ്പൊ തപ്പാകും. അത് ഇക്കണ് ഏതായാലും ചെന്നിങ്ങാണ്ട് മാറ്റാൻ നോക്ക്. ഞാൻ എന്നാ കുളിച്ചാ നോക്കട്ടെ. അതിപ്പോ ആരാ ബെല്ലടിച്ചത്? എന്നാ കുളിച്ചതിന് മുമ്പ് അതൊന്ന് നോക്കട്ടെ, ആരാ വന്നിക്കണ നോക്ക്. ആരാണാവോ? ഞാൻ പോയോക്കട്ടെ, ആരാണാവോ. ആ താത്ത, നിങ്ങൾ എന്തൊരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വിളിച്ചറിയാട്ടും ചെയ്തില്ലല്ലോ. ഉമ്മ ഒന്നും പറഞ്ഞിട്ടും ഇല്ല. ഇതുമല്ല കൂത്ത്. എനിക്ക് എന്റെ വീട്ടിൽ വരാൻ എൻ്റെ ഒക്കെ സമ്മതം കിട്ടിയിട്ടാണോ? ഞാൻ വിളിച്ചറിയാതെ വന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാൻ ടൈമില്ല. അപ്പോഴേക്കിനോള് തുടങ്ങി. ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ച് ചോദിച്ചതല്ല താത്ത. അതെനിക്ക് മനസ്സിലായിപ്പോ. ഉമ്മ അവിടെ? ഉമ്മ അടുക്കളയുണ്ട്. ആ കുട്ടി കരിയുണ്ട്. നിങ്ങൾ വരി, പോയൊക്കെ കുട്ടി കരിയുണ്ട്. കുട്ടിയാണ് കരിയെന്ന് പറഞ്ഞ പാക്കിനും പോയി. റൂമില് ഓതിലും അടിച്ച് ഇരിക്കലേ പറഞ്ഞു ഇവിടെ പണി. ഇങ്ങനെയൊക്കെ ഉമ്മ അങ്ങനെ ഓളെ സഹിച്ച് നിക്കണത് വരെ. ഉമ്മോളെ കയറൂരി വിട്ടിട്ടാണ് ഇക്കൊലത്തിലായത്. ഞാൻ കാണിച്ചു കൊടുക്കാം, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഉമ്മ, കുഞ്ഞോളെ, നിങ്ങളിവിടെ പണിയിലാണ്? അല്ലമ്മ, നിങ്ങളെത്തിന് ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണത്? അതുകൊണ്ടാണ് ഓള് ഇങ്ങനെ മടി പഠിച്ചത്. ഓള് കുട്ടി കരിയെന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ റൂമിലിരിക്കലേ കാരല്ലേ ഇവിടെ പണി. അങ്ങനെയൊന്നും ഇല്ല. ഞാനിപ്പോ ഇന്നാണ് കറി എന്തൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് പറഞ്ഞ്. ഞാൻ ഇപ്പത്തെ അറിയാത്ത പണിയൊക്കെയാണ് ഇപ്പൊ. ഞാൻ ഇപ്പൊ ജെസ്സിനോട് തന്നെയാ പറഞ്ഞു. ഓളിപ്പന്നോട് വന്ന് ചോദിച്ചു പോയിട്ടുള്ളൂ. ഓളിതപ്പ ആ കുട്ടി ഉറങ്ങാൻ നേരത്ത് വേഗം അടിച്ചേരി തുടച്ച് തിരുമ്പലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ ചോറും ഇതൊക്കെ മീൻ വരെ തേച്ച് വെച്ചിട്ട് ഓള് ഓരോ ഇതിന് പൊയ്ക്കണത്. ഒരു കറി ഉണ്ടാക്കണീനപ്പൊ ജിക്കൊലത്തിലൊക്കെ പറയുന്നത്. ഇവിടെ അടിച്ചേരി തുടച്ചിക്കണോന്നോ? ഞാൻ അങ്ങോട്ട് നടന്നു വരുമ്പോ എന്റെ കാലൊക്കെ അങ്ങോട്ട് ഒട്ടിയിട്ടത് എത്ത് തുടക്കലാണ്. എത്താപ്പ കേടും ഒരു ഒട്ടലും ഇല്ല. ഓളിങ്ങോട്ട് വന്ന് അപ്പൊ തന്നെ തുടങ്ങും ഇവിടുത്തെ ഓരോ കുറ്റം കണ്ടുപിടിച്ചല്. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അവിടെ നേരമില്ലാത്തോടത്ത് നിങ്ങളെ കാണാനും അറിഞ്ഞോണ്ട് പോന്നതാ. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ വെള്ളം കയറി വിടാൻ നിക്കണ്ടട്ടോ. ഇക്കൊലത്ത് വിട്ടോളൂ നിങ്ങളെ തലയും കയറി പൊട്ടും. ഇപ്പോൾ കുട്ടി കരയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ടേ റൂമിൽ അവിടെയും ഇവിടെയൊക്കെ പോയി കുത്തിരിക്കും. നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചാനാണ്. അവസാനം നിങ്ങൾ കരുതിയിരുന്നോ നിങ്ങളെ പുറത്താക്കോള്. അങ്ങനത്തെ സാധനമാണ്. ഇപ്പൊ തന്നെ ഞാൻ വന്നപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചാണേ ഞാൻ എന്താ വിളിച്ചാതെ വന്നത്. ഞാൻ നിങ്ങളെ മാതിരി ഉണ്ടാക്കോ? ഞാൻ അപ്പൊ തന്നെ അവളോട് പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് വരാ എത്തിനാ എന്റെ സമ്മതം എന്ന്. ഓള് ഇന്നും കൂടി വരച്ചാൻ വരിക. നിങ്ങൾ അതിനെ കിട്ടും, ഇല്ല അതേമാതിരി കിട്ടൂല. എന്റെ കുഞ്ഞോളെ, ജിമ്മാരിക്കത്തെ പണിക്കാണ് ഇങ്ങോട്ട് വരണം തന്നെയല്ലേ കുട്ടിയെ. വന്നിങ്ങാണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ കുറ്റം കണിയും പറഞ്ഞുണ്ടാക്കിങ്ങാണ്ട് എത്തിനാജ് അങ്ങനെയൊക്കെ പറയണത്. അതൊരു പാവാണ്. ഉള്ള പണി മൊക്കെ എടുക്കും. ഞാൻ കുട്ടീനെ നോക്കണ്ടേ, ചെറിയ കുട്ടിയല്ലേ. ഇജത്തിന് എങ്ങനെയൊക്കെ പറയണത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓളെ പറഞ്ഞ തീരെ കൊണ്ട് പറ്റൂലല്ലോ. സോപ്പിട്ട് വെക്ക ഓളെ അല്ലെങ്കിലും മിടിക്കാണ്. ഇജ് അങ്ങനെയാണ് കൂട്ടിക്കോ. ഇച്ച് മരോളെ പറയുന്നത് പറ്റൂല എന്നാണ് കൂട്ടിക്കോ. അല്ല അതെത്താ ഞാൻ പറയവളോട്.
ഞാൻ ഒന്നും പറയണില്ല. സൂക്ഷിച്ചാ നിങ്ങൾക്ക് എന്നെ നന്ന്. ഉമ്മ ഒന്നും പറയണ്ട് പറ്റൂല. അതെ, ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്താളെ. പോയി നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. ഞാൻ ചോറോ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചാ. ഏതായാലും ഇതൊക്കെ ഒന്ന് മാറ്റിയിടട്ടെ. ഇല്ലാത്തൊരു തന്നെ എങ്ങനെയെങ്കിലും തെറ്റിച്ചാ. ഞാൻ പറഞ്ഞത് പറ്റിയിട്ടില്ല. എത്താ പിന്നെ ഞാൻ പറയാ, എന്നിട്ട് വരണ തന്നെ ഓരോ കെണി ഉണ്ടാക്കാൻ. അല്ലാ, നല്ലോ നേരം വൈകിയേക്കുക. ആ ജെസ്സിയ ഇറങ്ങിയോ പോകാനേ? ഉമ്മ, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടോ. ആ പോയി എന്നാ നേരം വെക്കണ്ട. അവിടെ എത്തും വേണ്ടേ? അവിടെ എത്തും വേണേ. 1-2 മണിക്കൂർ വണ്ടിയിൽ തന്നെ ഇരിക്കണം. അവിടെ എത്തണ്ടേ? അതപ്പോ തന്നെ ഇറങ്ങണത്. കുട്ടിയുടെ അത് കുട്ടിനെ കാക്ക വണ്ടി കൊണ്ടേക്കാണ്. ഞാൻ അവിടുന്ന് നടന്നെത്തുമ്പോ അതിനെ വെയിലൊള്ളിച്ചും പറഞ്ഞങ്ങാണ്ട്. അത് നന്നായി, വെയിലല്ലേ, ഞാൻ വണ്ടി കൊണ്ടേ തന്നെ നന്നായിക്കുന്നത്. എന്നാ ചെയ്താലും പോയി വാ വേഗം. ഉമ്മ ചോറൊക്കെ തിന്നോണ്ടിട്ടോ. ഞാൻ കാക്കി മീനും പൊരിച്ചിട്ടുണ്ടേ തിന്നോണ്ടി. പിന്നെ താത്താനോട് പറയിട്ടോ ഞാൻ പോകുക. എന്നാലേ അവിടെ എത്തുമ്പോ വിളിച്ചോണ്ടിട്ടോ. ഞാൻ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചും കാട്ടിയൊക്കെ പോയിക്കോണ്ടി. കുട്ടിനൊക്കെ നോക്കിട്ടോ. കരുതി പോയിക്കോണ്ടമ്മ. എന്നാ പോയി. ഞാൻ പോയിരുന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, ജസി മാനു എവിടുക്ക പോണത്? അതെ, മാനുവിന്റെ ചെങ്ങായിന്റെ കല്യാണം ഉണ്ടേനി. അപ്പൊ അതിന് പോകാണ്. കല്യാണത്തിനോ? അപ്പൊ ഓല് രണ്ടാളും ഒറ്റക്ക് ഇങ്ങനെ കറങ്ങിയെടുക്കലല്ലേ പണി? നിങ്ങളോട്ട് കൊണ്ടുപോകലൊന്നുമില്ലല്ലേ? ഇനിയിപ്പൊ ഞാൻ കല്യാണത്തിന് പോകാത്തൊരു കേടും കൂടെ ഉള്ളു. അല്ലെങ്കിലേ മുട്ടും കാര്യമായിട്ട് വെജാതെ കുത്തിരിക്കുക. അത് ഓഡിറ്റോറിയത്തിലൊക്കെയാണ്, ഇവിടെ അടുത്തുമല്ല. 1 മണിക്കൂർ 2 മണിക്കൂർ പോകാണ്ട് അങ്ങോട്ട്. ഇച്ച് വെജ വണ്ടിയിലൊന്നും കുത്തിയിരുന്ന് അങ്ങനെ പോകാന്. ഇനി കാല് നാളെ കനക്കാൻ വെക്കൂല. ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ കാലുവേദന മറ്റേന്നൊക്കെ പറഞ്ഞിങ്ങാണ്ടേ ഓലൊപ്പം പോകാതിരിക്കുന്നത് ഓലിക്ക് വലിയൊരു ചാൻസ് ആണ്. പ്രത്യേകിച്ച് ആ ജെസ്സി ഉണ്ടല്ലോ, മാനുവിനെ ഇങ്ങനെ കറക്കി എടുക്കുകയാണ്. നിങ്ങളെ കൊണ്ടുപോകാതെ ഇവിടെ നിന്ന് ഇങ്ങനെ മാനുവിന്റെ ഒപ്പം പോകുന്നത് എന്തിനാ അറിയുന്നത്? നിങ്ങളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞെടുത്ത് നിങ്ങളെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കരുതി ഇരുന്നോളി. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ ഒന്നും പുതുമ ഉണ്ടാകൂല. ഒരു 2 ആൾ കൂടി ഒറ്റക്ക് ഇങ്ങനെ കറങ്ങാൻ പോകുക. നിങ്ങളല്ലാതെ വിടുവോ? ഒറ്റക്ക് ഒരു ഭാഗത്തേക്ക് വിടരുതമ്മ. നിങ്ങൾക്കത്ത തീരെ ഒരു കഥയില്ലേ? നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തണോ അല്ലേ? ജത്തിനെ കുഞ്ഞോളന്മാർക്കത്ത വർത്താനൊക്കെ പറയണത്. ഓളങ്ങനെ ഇങ്ങനെയൊന്നും കാട്ടുന്ന കുട്ടിയല്ല. ഈ ചോള നന്നായിട്ട് അറിയും. ഇതിപ്പോ 2 ദിവസം ഇവിടെ നിന്നിങ്ങാണ്ട് പോകും. അതേമാതിരിക്കല്ല. ഓളാണ് ഇവിടെ നിൽക്കലുള്ള പണിയൊക്കെ എടുക്കലും കാട്ടിലൊക്കെ. ഓളങ്ങനെ കുത്തിരിപ്പും കാട്ടും ഉണ്ടാക്കുന്ന ഒരു കുട്ടിയല്ല അത്. നിങ്ങൾ ഇങ്ങനെ ഓലിങ്ങനെ തൊഴിൽ ഇങ്ങനെ നടന്നോളി കാലാകാലം. ഓക്കൊക്കെ നല്ല വളം വെച്ചു കൊടുക്കണ നിങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇക്കൊല്ലത്ത് പോകുക, എന്താ ഓന് പോയാൽ പോരെ? അല്ലെങ്കിൽ പോകുകയാണെങ്കിൽ എന്താ നിങ്ങളും കൂടെയാണ് കൂട്ടിക്കൂടെ? നിങ്ങളെന്താ ഈ വീട്ടിലുള്ള ഒന്നല്ലേ? നിങ്ങൾ എന്നിട്ട് കാലുവേദന അറിഞ്ഞോളൂ. ഓളെ ഒറ്റ പണിയാണ് ഇതൊക്കെ. ചരിത്ര മനസ്സിലാകും ഓളെ കളി. ഞാൻ വരുന്നതിന് നോക്ക് പറ്റൂല. മുഖം കണ്ടാ മനസ്സിലാകും. എനിക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. ഇച്ച് വെച്ചത് ഇങ്ങനെ കേക്കാന്. ആരോട് പറയാൻ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓളെ പറ്റി പറഞ്ഞ ഒന്നും പറ്റൂലല്ലോ. അങ്ങനെ അങ്ങോട്ട് സോപ്പിട്ടാക്കി വെച്ചിക്കാണ് നിങ്ങളെ. അവസാനം നിങ്ങളെ പിടിച്ച് പുറത്താക്കും നിങ്ങൾ കണ്ടോണ്ടി. ഇജ്ജ് പറ്റൂലെന്നാണ് കൂട്ടിക്കോ. ഇജ്ജ് വേറെ പണിയുണ്ട് വേറെ. ഞാൻ ഇതാക്കും മാരി. ഞാൻ പറയണ ഒന്നും കേൾക്കൂല. ഓളങ്ങനെ തല്ലി കയറ്റിച്ചു. എന്തായാലും വേണ്ടില്ല. ഓലെ 2 ആളി 2 ബൈക്കാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അല്ലാതെ ഈ കുഞ്ഞോപ്പിന് മനസ്സമാധാനം ഉണ്ടാക്കൂല. ചക്കര ഒട്ടി നമുക്ക് കാണിച്ചറിഞ്ഞു 2 ബൈക്കാക്കും. ഇങ്ങോട്ട് വരട്ടെ. 2 ബൈക്കാക്കാനുള്ള വജിച്ചറിയാം. ഓളെ ഇവിടുന്ന് ഇറക്കി വിടണം. മാനുവിനെ ഏറ്റവും തെറ്റിച്ചാവും. 2 ആളും തെറ്റാവും. അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു സൂചിച്ച് ജീവിച്ചണ്ട. ഓല് എപ്പോഴാ എത്തല? രാത്രിയൊക്കെ ആകുകാരം. ആരാപ്പൊ ഫോൺ വിളിച്ചത്? ജെസ്സി എങ്ങാനാണോ? ഒന്നും പിടിച്ചൂല.
ഫൈസലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഹലോ ഉമ്മ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാട്ടോ. ആ കുഞ്ഞോളൊന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങിനോ? അവിടെ എത്തിക്കണോ? ഓള് ഇവിടെ എത്തിക്കണല്ലോ. ഓള് രാവിലെ എത്തിക്കണു ഇവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? പ്രശ്നം പറയാം, പ്രശ്നം തന്നെയാണ് ഉമ്മ. ഓള് ഇവിടെ ഓരോ കെണി നോണി ഉണ്ടാക്കിങ്ങാണ്ട് ഒരു കാര്യമില്ലാതെ കച്ചറി ഉണ്ടാക്കി ഇവിടെ ഉള്ളവരോട് തെറ്റി പോന്നതാണെന്നിപ്പോ. ഇന്നലെ ഇപ്പൊ എന്റെ പെങ്ങന്മാരൊക്കെ വന്നീനും ഇവിടെ. അതന്നെ തോക്ക് പറ്റിയിട്ടില്ല. അതിനു വേണ്ടി ഓരോ വർത്താനം ഉണ്ടാക്കി പോന്നതാ. തന്നെ ഒരു കാര്യം എന്നാ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ലട്ടോ. ഞാൻ എന്നാ വെറുതെ വന്നതേക്കാരെന്നാ കരുതിയത്. ഞാൻ ഇപ്പൊ നിങ്ങക്ക് വിളിച്ചത് എന്താ വെച്ചാല്, എന്നത്തെമാർക്ക് ഞാൻ ഈ കൊണ്ടുവരാൻ വരൂല. അത് ഓളോടും കൂടി പറഞ്ഞാണ്ടേ. ഇതിലൊന്നിലൊന്ന് തീരുമാനിച്ചണെന്ന്. ഇത് ഞാൻ വിട്ടാ ശരിയാകൂല. ഞാൻ കാര്യം നിർക്കാൻ വേണ്ടി നിക്കാണ്. അങ്ങനൊന്നും പറയില്ലേ കുട്ടിയെ. പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? സഹിച്ചതിനൊരു പരിധിയില്ലേ? കൊറേ ഞങ്ങളൊക്കെ മിണ്ടാതെ നിക്കണു ഇവിടെ. പൈസല്ലേ ഞാൻ ഓളൊന്ന് സംസാരിച്ചട്ടെ. പെട്ടെന്നൊരു തീരുമാനം എന്തോന്ന് എടുക്കല്ലേ. ഞാനല്ലേ പറയുന്നത്. ഇതൊന്ന് കേക്ക്. ഇനി ഓളോ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ടാകൂല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കണ്ടു ഇതാക്ക. ഏതായാലും ഇങ്ങോട്ട് വാ, ഒന്ന് നമുക്ക് സംസാരിച്ചൊന്ന് ഇങ്ങോട്ട് വാ. ഞാൻ ഓളെ കൂടെ ഒക്കെ പറഞ്ഞു കണ്ടൊന്ന് ശരിയാക്ക. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകൂല. ഇനി വെച്ചമ്മ, കൊറേ ആയിക്കണ് ഞാൻ സഹിച്ചണ്. അത് അവസാനത്താണ് കുട്ടിയെ. ഓക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ ഉണ്ടോ? ഓള് ഇവിടെ ഉണ്ട് ചോദിച്ചങ്ങാണ്ട് പെങ്ങന്മാർക്കൊന്നും ഇവിടെ വന്ന് നിൽക്കണ്ടേ? ഓൾക്ക് ആകെ പൂട്ടുമ്പോൾ സ്കൂൾ പൂട്ടുമ്പോ ഒക്കെ വന്ന് നിൽക്കേണ്ടതാണ്. ഞാൻ ഇപ്പൊ പണിയിലാണ്. പണിന്റെ അടിയിൽ കൂടെയാണ് ഇത് വിളിച്ചത്. ഞാൻ ഏതായാലും പണി കഴിഞ്ഞിട്ട് വിളിച്ചങ്ങക്ക്. പണി കഴിഞ്ഞിട്ട് വിളിച്ചോ. ഒരു ബഹുമാനത്തിന്റെ പേരിലമ്മ അത്രയെങ്കിലും സംസാരിച്ച് ഞാൻ വെക്ക. ഏതായാലും പണിയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാ ഉറപ്പേ ഞാൻ ഈ കേൾക്കുന്നത്. ഈ കുഞ്ഞോളൊരു കെണി നോണി കൊണ്ടാണല്ലോ ഇക്കോലത്തില്. കുഞ്ഞോളെ കുഞ്ഞോളെ എന്തമ്മ? അല്ല ഇജിന്നിപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാനിപ്പോ 2 ദിവസം അവിടെ ഒക്കെ വന്നത്. എനിക്ക് ഫൈസലിപ്പൊ വിളിച്ചീനി. എനിക്കൊന്നും പുതുമ ഉണ്ടാവൂലല്ലോ. ഞാൻ പുതുമ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്നെ വിളിച്ചെത്തിനെ അറിയോ? ഇനി ഇജ് അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറയാന്. ഇജ് എത്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നത്? ഇജ് ഇവിടെ വന്നുങ്ങാണ്ട് ജസിനെ പറ്റി എന്നോട് കുറ്റം പറയും കാട്ടും ചെയ്യണമാർക്ക് അവിടെ ഓരോരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണല്ലേ. ഇവിടെ ഇപ്പൊ ഞാനാണെന്നുള്ളോണ്ട് ഉണ്ടാക്കണത്. എല്ലാരും അതേമാതിരിക്കല്ല. അവിടുന്നൊക്കെ അങ്ങനത്തെ ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാകുക അവസ്ഥ. ഞാൻ അവിടുന്ന് തെറ്റി പോന്നത് തന്നെയാണ്. എങ്ങനെ അവിടെ നിക്കാറിയോ? എന്റെ അമ്മായിമാ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്താ കാട്ടിനറിയോ? നിങ്ങളോട് പിന്നെ ഒത്തും പറയാൻ പറ്റൂലല്ലോ. അതാ ഞാൻ മിണ്ടാതെ ഇങ്ങനെ നിക്കുന്നത്. പിന്നെ എന്റെ നാത്തൂനും ഉണ്ടാവിടെ. മൂത്തേച്ചി ഉണ്ട്. ഇവരെല്ലാരും കൂടി എന്താ അവിടെ കാട്ടണത് അറിയാം നിങ്ങൾക്ക്? ഇജത്തിനാണ് ഈ കെണിന്ന് ഇങ്ങനെ പറയാൻ നിക്കുന്നത്. ഞാൻ എന്ത് കാട്ടി ഞങ്ങളീ പറയുന്നത്? ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ ഉള്ള കാര്യ പറയണത്. നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ ഒന്നും പറയുന്നത് പറ്റൂലല്ലോ. ഞാൻ പിന്നെ ഉള്ള കാര്യങ്ങളെ നല്ലീനും വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു തരും. അതൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഇച്ചിരുള്ളത് പറയല്ലേ. ഇപ്പൊ ഇച്ച് നല്ലോ മനസ്സിലായിനി. ഇപ്പൊ ഇന്ന് വന്നിട്ട് തന്നെ എന്തൊക്കെയാ ജസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതൊരു പാവം കുട്ടിയാണ്. ഇച്ചറിയാം. ഇജല്ല എന്നെ ഇവിടെ നോക്കാനും കാട്ടാൻ ഉണ്ടാകല്. ഓളാണ് ഇവിടുത്തെ പണി മൊത്തം എടുക്കണത്. ഇച്ച് തിന്നാൻ വരെ ഗുളിക വരെ എടുത്തു തരാൻ ഓളാണുള്ളത്. അങ്ങനത്തെ വന്ന് കണ്ട് ഇജ് ഇങ്ങനെ കുറ്റം പറയും കാട്ടും ചെയ്യുന്നത്. ഞാൻ അയോണ്ട് മിണ്ടാകുന്നതാ. 2 ദിവസം നിന്ന് പോകുകയല്ലേ വിചാരിച്ചിട്ട്. മരോളെ പറയും തന്നെ പറ്റൂല. പൈസന് വിളിച്ചിട്ട് എത്തൊക്കെ എന്നോട് പറഞ്ഞു തരാം. എന്നെ കാര്യം ഒഴിവാക്കണ കാര്യം എന്നോട് ഇപ്പൊ പറയുന്നത്. ഇജ് ഞങ്ങോട്ട് ചെല്ലണ്ടാന്ന്. എത്തച്ച് മനസ്സിലാക്കിയ ഇവിടെ ഇങ്ങനെ നിക്കാന്നോ? ഇവിടെ നിങ്ങളുടെ അമ്മമാർക്കത്തെ കണി നോണി ഉണ്ടാക്കണമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. കെട്ടിച്ചു കഴിഞ്ഞാല് അവിടെ നിൽക്കുക. അല്ലാതെ ഇവിടെ ഒന്നും കാണ്ടല്ല. ഇവിടെ അങ്ങോട്ട് വരുന്നതും തിരക്കേടില്ല. പിന്നെ നല്ല എനിക്ക് 2 ദിവസം നിന്ന് പോകുക. അതല്ലേ കാട്ടുക. ഇവിടെ കൊണ്ട് വന്ന് ഇങ്ങോട്ടുള്ള കണി നോണി മൊത്തം എന്നെ പിടിപ്പിച്ചാനായിട്ട്. ഞാന് അതിലൊന്നും പുകൂല. എന്റെ സ്വഭാവം. ഞാൻ അങ്ങനെ ഒന്നും കരുതി ഇങ്ങോട്ട് പോകുന്നതല്ല. സാധാരണ അങ്ങനൊക്കെ തെറ്റി പോകുന്ന 2 ദിവസം കൊണ്ട് എന്നെ വന്ന് വിളിച്ചാണ്ട് എന്നെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നത്. അല്ലാതെ അവിടെ നന്നായിട്ട് പോന്നിട്ടൊന്നുമില്ല. ഇജിപ്പോ ഇവിടെ വന്ന് കണ്ട എന്റെ ആങ്ങളിനെയും പെണ്ണുങ്ങളും തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കെണി ഇജിപ്പോ എന്നെ ഉണ്ടാക്കിയത്. ആ ജസിനെ ഇന്നേറ്റ് തെറ്റിച്ചാളെ. ഞാൻ അതില് വീണില്ല. പഠിച്ചാ എനിക്കിപ്പോ തന്നൊരു ശിഷ്യാണെന്ന് വെച്ച് കൂട്ടിക്കത്. ഇജ് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചാൻ നോക്കീനേ. അവിടെ കണ്ടില്ലപ്പോ. അല്ല മാപ്പിള എന്നെ എന്നപ്പോ മാണ്ടാ പറയണത്. വിളിച്ച് പറ കാക്കൂനോട് വന്ന് കൊണ്ടുപോകാന്. ഞാനൊന്നും കാട്ടൂല. മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇജ്ജ് നല്ല നിലക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടുങ്ങാണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറാക്കിക്കോ. ഓന് പണി കഴിഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ പറയാം.
എന്നിട്ട് ഓൻ്റെ ഒപ്പം പോയിക്കോ. എന്നിട്ട് നല്ല നിലക്ക് അവിടെ ജീവിച്ചണം. ഒരു കെണി നുണ ഉണ്ടാക്കാതെ നല്ല ഇതിൽ അവിടെ ജീവിച്ച. അല്ലാതെ അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് മറ്റോലെ കുറ്റം പറയാം, ഇങ്ങോട്ട് തിരിയുമ്പോൾ വേറെ അങ്ങനെ ചെയ്യാതെ നല്ല ഇതിൽ ജീവിച്ച്. എത്തൊക്കെ ഓനോട് വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയണോ അവിടുത്തെ കാര്യങ്ങള്. ഇനിയിപ്പോ ഇത് കുറെ മോങ്ങിയിട്ടത്തെ കാര്യം. ഇത് ഞാൻ പറയുന്നത് കേട്ടുങ്ങാണ്ട് നല്ല നിലക്ക് അങ്ങോട്ട് പോകാൻ നോക്കിക്കോ. ഞാൻ പോയിക്കോളമ്മ. ഇത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും ഉച്ച കേൾക്കണ്ട. ഇവിടെ ആരും നിർത്തുന്നു ഇതാക്കുന്നൊന്നും കരുതണ്ട. നല്ല എനിക്ക് വന്നതല്ലേ ചേച്ചിട്ട് ഉണ്ടാകുന്നത്. ഓക്ക് കെണി നോണി പറഞ്ഞുകൊണ്ട് തീരണ്ടേ. അവിടെ ചെന്നും കൊണ്ട് ദൈവമാർക്ക് പാട്ടിനീക്കാരോ എല്ലാത്തിനും ഒസത്തത് മനസ്സിനെ ഇറങ്ങാറാക്കാനായിട്ട് പറയുന്ന എനിക്ക് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ജസ്സിനെയും മാനുവിനെയും മാനൊക്കെ തെറ്റിച്ചാൻ നോക്കി. ആ ജസ്സിനെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കി. അതിന് പഠിച്ചോ എനിക്ക് തന്നെ തന്നു എൻ്റെ ജീവിതത്തന്നെ. നിക്കെങ്ങാനും എന്നെ കൊണ്ടുപോകാതെ പോവും. അങ്ങനെ എങ്ങാനും ചെയ്താൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ കാലാകാലം ഇവിടെ നിൽക്കേണ്ടി വരും. ഒന്നും വേണ്ടില്ലേനു, എനിക്ക് തന്നെ തിരിച്ചു കിട്ടി.